ഓഗസ്റ്റിലാണ് വന്ന് ഉടമ്പടി എടുത്തത്, ഈ 2025. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അന്ന് അച്ഛനെ കാണാൻ, അതിന് മുമ്പ് ഒരു പ്രാവശ്യം വന്ന് ഞാൻ അച്ഛനെ കാണാൻ ശ്രമിച്ചിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ അന്ന് ഞാൻ അച്ഛനെ വന്ന് കണ്ടു. അച്ഛനെ വന്ന് കണ്ടിട്ട് ഞാൻ എൻ്റെ DLൻ്റെ പേപ്പറൊക്കെ ആയിട്ടാണ് വന്ന് കണ്ടത്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ അത് കൊടുത്തപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നിനക്ക് 17-ാം തീയതി ഇൻ്റർവ്യൂ വരുമെന്ന് പറഞ്ഞു. പക്ഷേ അത് എവിടേക്കാണെന്നോ ഏത് മാസമാണെന്നോ ഇതൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ അത് ഒരു ഓഗസ്റ്റ് മാസമായിരുന്നു. അപ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ കഴിഞ്ഞു. സെപ്റ്റംബറിൽ ഒരു അനക്കമില്ല. അത് കഴിഞ്ഞിട്ട് ഒക്ടോബറായി. അപ്പം അന്ന് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന 7-ാം തീയതി ആയിരുന്നു. അപ്പോൾ ആ 17-ാം തീയതി നോക്കി, അടുത്ത 17-ാം തീയതി നോക്കി, അപ്പോൾ അവിടെ ഒന്നും അനക്കം കാണാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വല്ല ഏപ്രിലിലേക്കും കിട്ടുമായിരിക്കും. ഏപ്രിൽ 17 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അച്ഛൻ 17-ാം തീയതി ആണല്ലോ പറഞ്ഞത്, അപ്പോൾ ഏപ്രിലിലേക്കായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ നിന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതേപോലെ തന്നെ ആ ഒരു ടൈമിൽ ഒരു ഡെൻമാർക്കിലേക്ക് ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ഞാൻ കുറച്ച് കാശൊക്കെ കൊണ്ടേ കൊടുത്തു. അപ്പം ഞാൻ അത് പ്രതീക്ഷിച്ചിരുന്നു. അപ്പം അതിലും വലിയ പകുതി വെച്ച് അതും ഫ്ലോപ്പായി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ഫ്ലോപ്പായി പോകുന്നു, ഇൻ്റർവ്യൂ വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ദൈവം ചിലപ്പോൾ ഇവിടെ ഈ നാട്ടിൽ തന്നെ കിടന്ന് ഈ ഉള്ള കടമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കാനായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ വിചാരിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു. അങ്ങനെ എൻ്റെ ഒരു ദിവസം ഒക്ടോബറായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് ഖത്തറിലേക്കാണ്, അപ്പം നീ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, ഡയറക്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സ്വപ്നത്തിൽ ഞാൻ ഈ നേഴ്സായതുപോലും എനിക്ക് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകണം എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നഴ്സിംഗ് ഫീൽഡൊന്നും വലിയ ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷേ ഈ യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകാൻ എളുപ്പ മാർഗം നഴ്സിംഗ് ആണ് എന്നുള്ളത് വിചാരിച്ചിട്ട് മാത്രം. പിന്നെ ഫിനാൻഷ്യലി നമ്മൾ അത്ര വലിയ സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാരല്ല. അപ്പം നമുക്ക് അതും ഒരു സ്റ്റെബിലിറ്റി കിട്ടും. അപ്പം അതിനെല്ലാത്തിനും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ നഴ്സിംഗ് എടുത്തത്. അപ്പം പിന്നെ ഈ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഖത്തർ, അത് എൻ്റെ സ്വപ്നത്തിൽ ഇതുവരെയും ഞാൻ മനസ്സിൽ വിചാരിക്കാത്തൊരു കാര്യമാണ്. എന്തായാലും അവൾ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അവൾ പറഞ്ഞ ഏജൻസിക്കാരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ വർക്ക് ചെയ്യുന്നത് കാലിക്കറ്റിലാണ്. അപ്പോൾ കാലിക്കറ്റിൽ ഒക്ടോബർ 17-ാം തീയതി ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്, ഡയറക്റ്റ് ഇൻ്റർവ്യൂ. അപ്പോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ 17-ാം തീയതിയാണ്, അച്ഛൻ പറഞ്ഞ 17-ാം തീയതിയാണ്. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, ഒന്ന് പോയി അറ്റൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അവിടെ നിന്ന് അവിടെ വരെ പോകണ്ടു എന്ന് വിചാരിച്ച് ഞാൻ ആ 17-ാം തീയതി പോയി അറ്റൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെന്നിട്ട് എനിക്കങ്ങനെ കിട്ടണമെന്നൊന്നുമില്ല. കാരണം ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ലല്ലോ. എന്നാലും അറ്റൻഡ് ചെയ്ത് വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് തന്നെ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തത്. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എനിക്കിങ്ങനെ തോന്നി, 17-ാം തീയതി അല്ലേ, അച്ഛൻ പറഞ്ഞ ഡേറ്റ് അല്ലേ, എന്തായാലും മാതാവും ഈശോയും എനിക്കിത് ഒരു വേറൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അവരെപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതെന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് ഞാൻ അതിന് അവരോട് എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്തു. എൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ അങ്ങോട്ടേക്ക് എന്താ പറയുക, ഈ 2018 തുടങ്ങി നടന്നിട്ടുള്ള ഈ തടസ്സങ്ങൾ മുഴുവനും കളയാൻ പരുവത്തിലുള്ള ഒരു വലിയൊരു എന്താ പറയുക ടൈം ഷോർട്ടനിങ് എന്നൊക്കെ പറയില്ലേ, അത് അവിടെ ശരിക്കും ഞാൻ കണ്ടു. കാരണം 2 മാസം കൊണ്ട് എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും നടന്നു. അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഡിസംബർ 20-ാം തീയതിക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ചു ഡിസംബർ 20-ാം തീയതിക്ക് എന്തായാലും പോകാൻ പറ്റില്ല, ഈ കണ്ട കാലം മുഴുവൻ ഞാൻ നോക്കിയിട്ട് നടക്കാത്ത കാര്യം ഈ 2 മാസം കൊണ്ട് എന്തായാലും നടക്കില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ അവരെന്നോട് ഈ എക്സാം ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, എന്നത്തേക്ക് എക്സാം ഡേറ്റ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എക്സാം ഡേറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളൊരു ടൈമൊക്കെ വേണ്ടേ. ഇപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ അബുദാബി എക്സാമൊക്കെ ജോലി റിസൈൻ ചെയ്ത് 1 വർഷം ഇരുന്ന് പഠിച്ചിട്ട് ഞാൻ തോറ്റുപോയ ഒരാളാണ്. അപ്പോൾ ഇവർ പറഞ്ഞ ഡേറ്റിനൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് അത്രയ്ക്കുള്ളൊരു കഴിവുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് അത്രയ്ക്ക് വലിയൊരു കഴിവുണ്ട് എന്നുള്ളത്. ഇപ്പോൾ OET ആണെങ്കിലും കുറേ വട്ടം ഞാൻ എഴുതി. അപ്പം അങ്ങനെ ഒത്തിരി പഠിച്ചിരുന്നിട്ട് എഴുതുന്ന ഒരാളാണ്. അപ്പം ഓടിപ്പോയി എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ആ സമയത്ത് ഡേറ്റ് എടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഡിലേ ആവുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിനി ഡിലേ ആക്കാൻ കഴിയില്ല. കാരണം എൻ്റെ സാഹചര്യങ്ങൾ വളരെ മോശമാണ്, വീട്ടിലെ സാഹചര്യങ്ങൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി കടങ്ങൾ വരുത്തിയതുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കുട്ടികൾക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ട് വരും. ഇടയ്ക്കിടയ്ക്ക് ഒരാളും അഡ്മിഷൻ ആവും, അത് കഴിഞ്ഞ് അവർ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ആൾ അഡ്മിഷൻ ആവും, ഇത് തന്നെ. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതെന്തായാലും നീട്ടണ്ട, എന്തായാലും മാതാവും ഈശോയും കൂടി പറഞ്ഞിട്ടുള്ള ഡേറ്റ് അല്ലേ, അപ്പോൾ എന്തായാലും അവർ തന്നെ കൂടെ ഉണ്ടാവും, അതുകൊണ്ട് ആ ഡേറ്റ് അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ നവംബർ 25-നുള്ള ഡേറ്റ് എക്സാം ഡേറ്റ്
ഡേറ്റ് എടുത്തു. അപ്പം നവംബർ 25 എക്സാം ഡേറ്റ് എടുത്തു. അത് ഒക്ടോബർ 25 മുമ്പാണ് അത് എടുത്തത്. അന്ന് ഇവിടെ അഖണ്ഡ ജപമാലയായിരുന്നു. അപ്പം ഞാനിവിടെ അഖണ്ഡ ജപമാലയ്ക്ക് അന്ന് ഞാൻ ഫിസിക്കലി ഒട്ടും ഓക്കെ അല്ല, എനിക്ക് വരാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ ആ ബുദ്ധിമുട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ട് സഹിച്ച് ഞാൻ വരുന്നത്, പക്ഷേ എനിക്ക് അടുത്ത മാസം ഈ സമയത്ത് ഞാൻ എക്സാം എഴുതാൻ പോവുകയാണ്, അപ്പോൾ നീ കൂടെ വരണം, സഞ്ചാരി മാതാവല്ലേ, അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ വന്ന് എൻ്റെ കൂടെ എക്സാമിന് എന്നെ പാസ്സാക്കണം, എനിക്ക് നല്ല പേടിയുണ്ട്, ഇതിന് മുമ്പ് എഴുതിയതൊക്കെ തോറ്റതുകൊണ്ട് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തായാലും അഖണ്ഡ ജപമാല കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ആ പിറ്റേ മാസം പോയി എക്സാം എഴുതി കഴിഞ്ഞ് എനിക്ക് പഠിക്കാൻ ഒട്ടും ടൈം കിട്ടിയിട്ടില്ല. കാരണം അതിൻ്റെ ഇടയിൽ ഒത്തിരി പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയിൽ കൂടി തന്നെ മക്കൾ 2 പേരും 2 പ്രാവശ്യമായിട്ട് അഡ്മിഷനായി. അപ്പം അതെല്ലാം കൂടി എനിക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യമോ പഠിക്കാനുള്ള ടൈമോ കിട്ടുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഡ്യൂട്ടി, അവിടെ ഹോസ്പിറ്റലിലാണെങ്കിലും വർക്ക് ചെയ്യുന്നിടത്ത് ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് വന്നത്. എനിക്കവിടെ ഇടയ്ക്കിടയ്ക്ക് ലീവ് വരിക, ഞാൻ ലീവ് കൂടുതൽ എടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്നു. ഞാനൊരു 4-5 വർഷം ഇവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ 4 വർഷം അല്ലെങ്കിൽ 5 വർഷത്തിലും ഇല്ലാത്തൊരു പ്രശ്നമാണ് ഈ ഒരു കഴിഞ്ഞ ഒരു മാസം കൊണ്ട് എനിക്ക് നടന്നത്. അപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് അവിടുന്ന് റിസൈൻ ചെയ്ത് പോരണം എന്നായി. പക്ഷേ റിസൈൻ ചെയ്ത് പോരണമെങ്കിൽ ഞാനിവിടെ എക്സാം പാസ്സാവാണ്ട് എനിക്ക് റിസൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഏജൻസിക്കാരെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എക്സാം മാത്രമല്ല മെഡിക്കലും ഒരു പ്രശ്നമാണ്, മെഡിക്കലും ഫിറ്റ് ആവണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, അല്ലെങ്കിൽ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ റിസൈൻ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ രണ്ടും കൽപ്പിച്ച് റിസൈൻ ചെയ്തു. കാരണം എനിക്ക് പഠിക്കാൻ പിന്നെ അത് റിസൈൻ ചെയ്യുന്നത് നവംബർ 15-ാം തീയതിയാണ് റിസൈൻ ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് എനിക്ക് അങ്ങോട്ടേക്ക് കുറച്ച് ദിവസമുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ വീട്ടിൽ കുറേ ഫങ്ഷൻസും കാര്യങ്ങളും വന്നു. അപ്പോൾ എനിക്ക് പഠിക്കാൻ തീരെ സമയമില്ല. കിട്ടിയ സമയത്ത് ഇത്തിരി പഠിച്ചു, ബാക്കിയൊക്കെ ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ എക്സാമിന് പോയി, എക്സാം കഴിഞ്ഞു. അപ്പം തന്നെ റിസൾട്ട് വന്നു, പാസ്സായി എന്നുള്ള റിസൾട്ടാണ് വന്നത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഈ അച്ഛൻ അന്ന് പറഞ്ഞ 17-ാം തീയതി അപ്പോൾ വെറുതെ അല്ലായിരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഫെയിൽ ആവേണ്ട ഒരു എക്സാമാണ്. അത്ര വലിയ ഈസി ഒന്നും ആയിരുന്നില്ല, പണ്ട് എഴുതിയ പോലെ തന്നെയായിരുന്നു അന്നും എനിക്ക്. പിന്നെ കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഒരു ബേസിൽ എന്തൊക്കെയോ കുറച്ച് വ്യത്യാസം വന്നല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നും വന്നില്ല. എന്നാൽ പോലും ടെൻഷനോടുകൂടി നമ്മളിരുന്ന് എഴുതുമ്പോൾ നമ്മൾക്കെല്ലാം ശരിയായിട്ട് തോന്നും. അങ്ങനെ എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ അടുത്തത് മെഡിക്കലാണ്. മെഡിക്കലിന് ഡേറ്റ് കിട്ടുന്നില്ല. അപ്പം ഇവർ പറഞ്ഞു ഇനി ഒരു ഇൻ്റർവ്യൂവും കൂടി ഉണ്ട്. കാരണം ഇവിടെ മുമ്പ് പോയിട്ടുള്ള കുട്ടികളിലൊക്കെ അവിടെ ചെന്നിട്ടൊരു കോമ്പിറ്റൻസി എക്സാം ഉണ്ട്, അപ്പോൾ അതിന് ഫെയിൽ ആവുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ മെഡിക്കൽ ടീമിന് ഒരു ഇൻ്റർവ്യൂ കൂടി കണ്ടക്ട് ചെയ്യണം, അതും കൂടി കഴിഞ്ഞാലേ മെഡിക്കൽ കിട്ടുള്ളൂ. അപ്പോൾ അതിന് പാസ്സായാലും ഇനി മെഡിക്കൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ഇത് വന്നു. അങ്ങനെ അവർ പറഞ്ഞ പോലെ തന്നെ ആ മെഡിക്കൽ ടീമിൻ്റെ അടുത്ത ഇൻ്റർവ്യൂ വന്നു, അതും അറ്റൻഡ് ചെയ്തു. അത് അറ്റൻഡ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് മെഡിക്കലിനെ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനും പാസ്സായി, മെഡിക്കലും എടുത്തു. മെഡിക്കലൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വിളിച്ചിട്ട് പറഞ്ഞു വിസ വന്നു എന്ന് പറഞ്ഞു. വിസ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിസ എന്നൊരു വാക്ക് കേൾക്കാൻ, അതിനു മുമ്പ് ഞാൻ ഈ കഴിഞ്ഞ വർഷത്തെ അഖണ്ഡ ജപമാലയ്ക്ക് 2024 അഖണ്ഡ ജപമാലയ്ക്ക് ഞാൻ വന്നിരുന്നു. അന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ എനിക്ക് എന്നാ പോകാൻ പറ്റുമെന്നറിയില്ല, എന്നാലും ഞാൻ അടുത്ത അഖണ്ഡ ജപമാലയ്ക്ക് വരുമ്പോഴെങ്കിലും വിസ എന്നുള്ളൊരു വാക്കെങ്കിലും കേൾക്കാൻ എനിക്ക് പറ്റണേന്ന്. കാരണം അതൊരു കുറേ നാളത്തെ ഒരു ആഗ്രഹമായതുകൊണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ പ്രാവശ്യം അഖണ്ഡ ജപമാലയ്ക്ക് വരുന്നതിൻ്റെ തലേ ദിവസം അവർ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, രാവിലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസൊക്കെ കൊടുക്കണം, അവർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഈ വിസ കിട്ടി. അതിനുശേഷം പിന്നെ അവർ പറഞ്ഞു, പിന്നെ എന്നോട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം 2-3 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അവർ പറഞ്ഞു ഡിസംബർ 20 അന്ന് പോവാൻ റെഡി ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു, ഞാനിത് ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ്. ഈ ഡിസംബർ ഇത്രയൊക്കെ ശരിയായാലും ഇത് അടുത്ത മാസത്തേക്ക് ജനുവരിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങോട്ടേക്ക് എത്തിയില്ല. അതിന് മുമ്പ് ഡിസംബർ 20 എന്ന് പറഞ്ഞു. അപ്പം പിന്നെ 2 ദിവസം കഴിഞ്ഞ് ക്രിസ്മസും കൂടി ആയതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് അത് 26-നാക്കിയിട്ടുണ്ട്. അപ്പം മറ്റന്നാളാണ് ഇപ്പം എനിക്ക് പോകാനുള്ള ഡേറ്റ് വന്നേക്കുന്നത് അവിടെ. അപ്പം ഞാൻ ഇത്രയും നാൾ ഇതിന് മുമ്പാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഞാൻ അങ്ങനെ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയൊന്നും ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നവർ, അതായത് നന്നായി പ്രാർത്ഥിക്കുന്നവർ എന്നെ കാണുമ്പോൾ പറയുന്നത് മുഴുവൻ തടസ്സങ്ങളാണ്, അപ്പോൾ ആ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറയാറ്. അപ്പം ഞാൻ അങ്ങനെ ഒരു ദിവസം എനിക്ക് തോന്നി, ഈ മരിച്ചവർക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ലല്ലോ, എന്നാൽ അവർക്ക് വേണ്ടി കുർബാന എത്തിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ അടുത്ത കാലത്ത് ഞാനങ്ങനെ കുർബാന എത്തിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വിശ്വസിക്കുന്നത്
മാതാവും ഈശോയും ഞാനൊരു അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്തതുകൊണ്ട് അതുവഴിയും എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നിട്ടുണ്ട് എന്നാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നാൽ പോലും നമ്മൾക്ക് ഇനിയും കടമ്പകൾ ഉണ്ടാവാം, പുതിയൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും എനിക്ക് ഇനി എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ മറികടക്കാനുള്ള അനുഗ്രഹവും ഈശോയും മാതാവും തരുന്നതന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.